പാതി ഭാഗം പാർവതി ദേവിക്ക് നൽകി. ഇത് ഭൃംഗി മഹർഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഒരു സർപ്പത്തിന്റെ രൂപമെടുത്ത് ശിവഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പാർവതി ദേവി ഭഗവാൻ ശിവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. അതിനാൽ ഭൃംഗിക്ക് ശിവഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഒരു തേനീച്ചയുടെ രൂപമെടുത്ത് പ്രദക്ഷിണം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പാർവതി ദേവിക്ക് അത്രയധികം ദേഷ്യം വന്നു. പാർവതി ദേവി പറഞ്ഞു, നിങ്ങളൊരു ജ്ഞാനിയായിട്ടും ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഭഗവാൻ ശിവനെയും എന്നെയും നിങ്ങൾ വേർതിരിക്കുന്നു. പെട്ടെന്ന് ഭഗവാൻ ശിവനും പാർവതിയും അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ശിവനും ശക്തിയും പരസ്പരം വേർപെടുത്താനാവാത്തവരാണ്, അവർ ഒന്നാണ്. എന്നാൽ അപ്പോഴും ഭൃംഗി മഹർഷിയുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറിയിരുന്നില്ല. തന്റെ വാശിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ എലിയുടെ രൂപം സ്വീകരിച്ച് ശിവഭഗവാനെ മാത്രം പ്രദക്ഷിണം ചെയ്യാൻ വീണ്ടും ശ്രമിച്ചു. ഈ അവിവേകം കണ്ടപ്പോൾ പാർവതി ദേവിക്ക് കോപമടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദേവി തന്റെ ദിവ്യശക്തിയാൽ ഭൃംഗി മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് സ്ത്രീത്വത്തിന്റെ അംശം പൂർണ്ണമായും വേർപെടുത്തി. ശരീരം ദുർബലമായപ്പോൾ ഭൃംഗിക്ക് തന്റെ തെറ്റ് പൂർണ്ണമായും ബോധ്യമായി. അതുവരെ താൻ ചെയ്ത